വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് തേജത്തങ്കോ ആൻഡ് യു ആർ വാച്ചിങ് തേജത്തങ്കോ ഡയറീസ്. അമ്മ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി എക്സൈറ്റഡ് ആണോ? എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കണം. ഞാൻ ഹെൽപ്പ് ചെയ്യില്ല കേട്ടോ. വേണ്ട, നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യണ. പിന്നെ ഞാൻ ചെയ്തപ്പോൾ അതെ, ഞാൻ ആകെ അമ്മേനെ കൊണ്ട് വീഡിയോ മാത്രമേ എടുപ്പിക്കുള്ളൂ. ഗൈസ്, എനിക്ക് തോന്നി ഇങ്ങനെ ഇരുന്നാൽ പോരാ, ലൈഫ് സ്കിൽസ് പഠിക്കണം അല്ലേ? ജീവിക്കണമെങ്കിൽ ബേസിക് ആയിട്ട് കുക്ക് ചെയ്യാൻ അറിയണ്ടേ? അതുകൊണ്ട് ഇന്ന് ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാൻ പോവാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. മുട്ടക്കറി ഒന്നും വേണ്ട, വേണം. മുട്ടക്കറി ഞാൻ ഉണ്ടാക്കും അമ്മ. എന്താണ് ഉള്ളി എനിക്ക് ഞാൻ മുറിക്കും. ഞാനൊന്നും ചെയ്യില്ല കേട്ടോ. നീ എന്നെ പ്രതീക്ഷിച്ചിരിക്കണി നടക്കില്ല. ഇല്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ചപ്പാത്തി ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഇങ്ങനെ മറിച്ചിടും എന്നല്ലാണ്ട് ഞാൻ ഇതുവരെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ല. ചെറുപ്പത്തിലമ്മ പണ്ട്. അത് അല്ലാതെ ഞാൻ മുട്ടക്കറി എന്താണെന്ന് ഇതുപോലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ അറിയില്ല. കഴിക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ ഞാൻ എന്തുണ്ടാക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് അമ്മയ്ക്ക് കൊടുക്കുക, ചേച്ചിക്ക് ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് ചേച്ചിക്ക് കൊടുക്കുക, പപ്പയ്ക്ക് വന്നിട്ട് പപ്പയ്ക്കും കൊടുക്കുക. എന്നിട്ട് എല്ലാവരും വയറിളക്കി നാളെ നമുക്ക് വീട്ടിലിരിക്കാം. ഫാമിലി ഡേ. യെസ്. അടുക്കളയിൽ പോവാം ഗൈസ്. ഞാൻ ഉണ്ടാക്കാൻ പോകണം, കുക്ക് ചെയ്യാൻ പോകണം. ഞാനാണ് ഇനി ഷെഫ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സ്ത്രീൻ്റെ ആരോഗ്യം ഒന്നും ശ്രദ്ധിക്കാറുമില്ല, ഒന്നും ചെയ്യാറില്ലാത്ത കൊണ്ട് ഞാൻ വെറും ചപ്പാത്തി അല്ല ഉണ്ടാക്കി തരാൻ പോണത്. എന്താ ചോദിക്കും? പിന്നെ നമ്മൾ പ്രോട്ടീൻ മിക്സ് ആഡ് ചെയ്തിട്ടുള്ളതാണ് ഗൈസ്. ഇത് ബീസ്റ്റ് ലൈഫിന്റെ റൊട്ടി പ്രോട്ടീൻ മിക്സ് ആണ്. അതാകുമ്പോൾ നമ്മൾ ഒരു സ്കൂപ്പ് എടുത്തിട്ട് മാവിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്കൂപ്പിൽ നമുക്ക് 4-5 ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ വെറും ചപ്പാത്തി അല്ല തിന്നണത്, പ്രോട്ടീൻ ചപ്പാത്തിയാണ്. പ്രോട്ടീനാണ്. അപ്പം ഒരു ചപ്പാത്തിയിൽ 8 to 10 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ വയസ്സായി അവർക്കൊക്കെ കുറെ കാലം ജീവിക്കാം. ഓക്കെ, ഹാപ്പി ആയോ? ഇതാണ് പെട്ടി. ഓക്കെ, ഇതോ നിങ്ങളും ട്രൈ ചെയ്യും. വെറുതെ ചപ്പാത്തി കഴിക്കുമ്പോൾ കുറച്ച് പ്രോട്ടീൻ കൂടെ ഉള്ളത് നല്ലതാണ്. തുറക്ക്. അമ്മ എൻ്റെ അസിസ്റ്റന്റ് ഷെഫാണ് കേട്ടെന്ന്. ഞാനാണെങ്കിൽ ബുദ്ധിപൂർവ്വം ഓൾറെഡി കുറച്ച് മാവ് ഉരുട്ടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു സ്കൂപ്പ് നമ്മുടെ ബീസ് ലൈഫിൻ്റെ പ്രോട്ടീൻ മിക്സ് കൂടെ ആഡ് ചെയ്യും. എന്നിട്ടായിരിക്കും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുക. ഓക്കെ, ഡിന്നറിന് മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രേ ചപ്പാത്തി പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇതിൻ്റെ യുണീക്ക് ചപ്പാത്തി എല്ലാവരും ഒന്ന് കഴിച്ചാൽ മതി ഗൈസ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്കൂപ്പ് എടുക്കാനുള്ള സ്പൂണ് കാണിക്കേ. ഇതാ ചന്തള്ള സ്പൂണ് ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് തന്നിട്ടുണ്ട്. അടുക്ക് ഒരു സ്കൂപ്പ്. ആ ഓക്കെ, നിറച്ചും ഒരു സ്കൂപ്പ് നമ്മൾ ഇതിനകത്ത് ഇട്ടു. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യണം. സോ ഗൈസ്, നമ്മളിത് കുഴയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ടണ്ടടൈൻ. അമ്മയാണ് എൻ്റെ അസിസ്റ്റന്റ്. അമ്മ ഞാൻ പറയണൊക്കെ ചുറ്റും ഓടി ചെയ്യും. ഞാനിങ്ങനെ ഫ്രെയിമിൽ തന്നെ നിന്ന് വർത്താനം പറയും. അപ്പൊ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഇത്ര മതിയാ ബോള് ഒന്നിന്. പിന്നെ ഇപ്പം നമ്മൾ ആഡ് ചെയ്ത ഈ പ്രോട്ടീൻ പൗഡർ ഇല്ലേ, ഇതിനകത്ത് ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല, ഓർഗാനിക് പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് പേടിക്കണ്ട. ഓ, ഇത് നോക്ക്, വേറൊരു ഷേപ്പായി, സ്പേസ് ഷിപ്പിന്റെ ഷേപ്പായി. കണ്ടാ? ഫണ്ണായിട്ടുണ്ടല്ലോ. ഗൈസ്, ഇത് നമ്മൾ വിചാരിക്കണ പോലെയല്ല, ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ വിചാരിച്ചില്ല. പക്ഷെ മാവ് കുഴയ്ക്കാൻ നല്ല ഫണ്ണായിരുന്നല്ലോ. അപ്പൊ ഞാനോ അതിന് തന്നെ കുറച്ചിങ്ങനെ പൊടി എല്ലാവരും ആക്കി പരത്തിട്ട് അപ്പൊ കുറച്ചൊരു ഒട്ടല് പോവല്ലോ. മുകളിലും താഴെയൊക്കെ അത് തിരിച്ചു വെക്കി. എന്നിട്ട് 2 പ്രാവശ്യം അങ്ങനെ ആക്കി. പിന്നെ ഒട്ടില്ലല്ലോ. മതി ഞാൻ ലാസ്റ്റ് ട്രൈ ആവുമ്പോ. അമ്മ അപ്പുറത്ത് ഉണ്ടാക്ക് ഗൈസ്. അമ്മ അപ്പുറത്ത് ചപ്പാത്തി ഉണ്ടാക്കി. എനിക്ക് ഓൾറെഡി ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാം, റെഡിമെയ്ഡ് ചപ്പാത്തി. അയ്യോ അമ്മ, നമ്മൾ ആദ്യം മുട്ടക്കറി ഉണ്ടാക്കിയിട്ടല്ലേ ചപ്പാത്തി ഉണ്ടാക്കണ്ടേ? ചപ്പാത്തി ഇപ്പഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ ചപ്പാത്തി തണുക്കില്ലേ? ഫ്രഷ് ഉണ്ടാക്കമ്മ, ഫ്രഷ് ഉണ്ടാക്കി കൊടുക്കണ്ടേ കഴിക്കാൻ വരുന്നവർക്ക്? എന്താണ് ശരിക്കും പുള്ളി?
പാനിൽ എത്ര വർഷമായി കുട്ടിയെ അടുക്കളയില്? ഓട്ട ചപ്പാത്തി. എന്ത് ചപ്പാത്തി? ഇതിന്റെ ഓട്ട ഏതുണ്ടല്ലോ അത്. മറ്റേത് ഞാൻ ഇതിൽ മുട്ടുന്നത് പാനിൽ മുട്ടില്ല എന്റെ ഡയറക്റ്റ് ആയിട്ട് കഴിക്കും. അതല്ല എനിക്ക് കഴിക്കുന്നത്. നമ്മളൊരു ഗിവേ ചെയ്യുന്നുണ്ട്. അതിന്റെ സാധനങ്ങളൊക്കെ എന്ത് ചപ്പാത്തിയമ്മോ ഇത് നിങ്ങൾ പൊരിച്ചത്? നിങ്ങൾ ഇതാക്കിയതാണ്? ചേച്ചി പപ്പിയും പ്രാകും നമ്മളെ. ഞാൻ ഒന്നുണ്ടാക്കി നോക്കാം അതിൻ്റെ ഉള്ളില്. ഇതെനിക്ക് പരത്താൻ കിട്ടുന്നില്ല. മറ്റേ കുറച്ച് ഉപ്പ് കുറഞ്ഞു, മറ്റേത് കുറഞ്ഞു. പണ്ട് അമ്മമാരുടെ അടുത്ത് ചൂടാവുന്ന കുട്ടികളൊക്കെ ഒന്ന് മനസ്സിലായല്ലോ? അപ്പൊ മനസ്സിലായല്ലോ? നീയാണ് ഏറ്റവും കൂടുതല്. എന്തുമാതിരി എന്നെ പറയൂ അറിയോ? എന്റെ അടുത്ത് നീ നന്നായി ചൂടാവും. അതല്ല ഞാൻ ഫുഡിനെ കാട്ടിലും ചൂടാവാറില്ല. ഞാൻ കാമായിട്ട് പറയും അമ്മ ഇത് കൊള്ളത്തില്ല, പക്ഷെ ഞാൻ കഴിച്ചു, അടുത്ത വട്ടം തോന്നുന്നു നോക്കും. ഇങ്ങനെ ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ പറയും. ആണോ അല്ലേ? ആണോ അല്ലേ? പിന്നെ എന്തിനാ എന്നെ മോശമായി ചിത്രീകരിച്ച്? എന്താ ഓരോ ചപ്പാത്തി ഓരോ ഷേപ്പ്. ഒന്ന് സ്ക്വയർ, ഒന്ന് റൗണ്ട്, ഒന്ന് ഓവല്, ഒന്ന് മറ്റെന്താ പറയാ മറ്റേ ഇങ്ങനത്തെ ഒരു ഷേപ്പടാ. അത് നിങ്ങൾ ഉണ്ടാക്കിയതായിരിക്കും. ഒന്നിലും പെടാത്ത ഷേപ്പ്. എന്തൊക്കെ പിന്നെ കുറെ ഓട്ടാ. നമ്മൾ ചപ്പാത്തി 7 ഉണ്ടാക്കി കഴിഞ്ഞു. സക്സസ്ഫുൾ. മൂന്നെണ്ണം മതിയോ? അപ്പം ഇങ്ങനെ കറിയിൽ വെച്ചൊന്നും കഴിക്കില്ല. ഇനി നമ്മൾ ഉള്ളി മുറിക്കണം, തക്കാളി മുറിക്കണം. നമ്മൾ ഉള്ളിയും തക്കാളിയും നന്നായി ഉള്ളി വഴറ്റുക. എന്നിട്ട് തക്കാളി അതിൽ നന്നായി വഴറ്റുക. ഉള്ളി നന്നായി വഴഞ്ഞ ശേഷം തക്കാളി ഇടുക. എന്നിട്ട് അത് നന്നായി വഴറ്റുക. എന്നിട്ട് അതിൽ ഉപ്പ്, മുളക്, മല്ലി, മഞ്ഞ, കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ട് വേവിക്കുക. എന്നിട്ട് വെന്ത ശേഷം മുട്ട. ഓ എന്നൊന്ന് വെക്കി നോക്കട്ടെ. ഞാൻ ഉള്ളി മുറിക്കാൻ വേണ്ടി പോവാണ്. ഉള്ളി കഴുകണ്ടേ? ഗൈസ്, നമ്മൾ 2 വെല്ലുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പറയാറില്ല അമ്മമാരെ കുറ്റം. ഇങ്ങനെ അത് വിട്ടുപോകാണ്ടിരിക്കാൻ വേണ്ട. ഓ സ്പീഡ് കാട്ടുകയാണോ? പ്രോ ആണ് കാണിക്കാൻ. കൈ മുറിയല്ലേ മോളെ? ഞാൻ മുറിക്കാം. ഞാൻ കുഴപ്പമില്ല അമ്മ. ഇങ്ങനെ പാമ്പർ ചെയ്തിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ പഠിക്കാത്തത്. ഇല്ല ഗൈസ്, ഞാൻ കുക്ക് ചെയ്യാൻ പറയുമ്പോ അയ്യോടെ നിന്റെ കണ്ണെരിയും പറഞ്ഞിട്ട് കണ്ട ഇങ്ങനെ എന്നെ വഷളാക്കിയിരിക്കുകയാണ്. ഗൈസ്, റൈറ്റ് നൗ ഉള്ളി വഴറ്റിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് തക്കാളി കട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തക്കാളി ഇട്ടിട്ട് ഒന്നിച്ച് വഴറ്റുക. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഉള്ളിയും തക്കാളിയും വഴറ്റി. അമ്മ അപ്പുറത്ത് മുട്ട പുഴുങ്ങിയതിൻ്റെ തോട് കളഞ്ഞു. ഓക്കെ, ഹിയർ ആർ അവർ 3 eggs. ഗൈസ്, ഇനി നമ്മൾ മസാല ഇടാൻ പോവാണ്. ഇത്രയൊക്കെ ഇടൂ. ഇനി അടുത്തത് ഇതല്ലേ മല്ലി എത്ര? 1.5 സ്പൂണ്. ഇത്ര. അടുത്തത് ഉപ്പ്. ഇതല്ലേ സ്വഭാവം. ചിക്കൻ മസാല ഇട്ടു. ഇതെന്താ? ഇനി ഗരം മസാല നമ്മൾ കുറച്ച് ഇടുന്നുണ്ട്. സൂപ്പർ. മുട്ട മുറിച്ച് കഴിഞ്ഞു. സിമ്പിൾ. കറിവേപ്പില ഇട്ടു ഗൈസ് നമ്മൾ. കൂടിയാ? അതല്ലേ ഇടാത്ത പാത്രത്തിന്. മുട്ടയിട്ട് കഴിഞ്ഞു. എനിക്ക് ഇത്ര ക്ഷമയില്ല. കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോരുത്തർക്ക് കഴിക്കാൻ കൊടുത്ത് കാണുമ്പോൾ
ഗൈസ് ചേച്ചി ഓഫീസിൽ നിന്ന് വന്നു. ചേച്ചി ഇന്ന് ഡിന്നർ എന്താന്ന് പറ. ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തിയും മുട്ടക്കറിയും. അമ്മ ഞാൻ അവളുടെ അടുത്ത് ഡിന്നറിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ എന്താ അതിൻ്റെ ഇടയിൽ ലഡു കൊടുത്ത്? അവള് എന്തേലും എക്സ്പ്രഷൻ ഇടുമ്പോഴത്തേനും നിങ്ങൾ വന്ന് ലഡു കൊടുത്തു അമ്മ. എൻ്റെ ചപ്പാത്തിയും ഈ മുട്ടക്കറിയും നോക്കാൻ വേണ്ടി ചേച്ചി പോവാണ് അടുക്കളയിൽ. ഒരു ലൈറ്റൊക്കെ ഇടാം. പിന്നെ അമ്മൻ്റെ റെസിപ്പി ഞാൻ ഉണ്ടാക്കി. ഗൈസ് ചേച്ചി ട്രൈ ചെയ്യാണ്. വായിലില്ല ഗൈസ്. അങ്ങനെ നമ്മുടെ സ്ക്വയർ ചപ്പാത്തിയും മുട്ടക്കറിയും റെഡി. സ്ക്വയർ ചപ്പാത്തി കഴിക്കാൻ റെഡിയാണോ? ഇതൊരു ഷേപ്പില്ല. ഷേപ്പൊക്കെ ഉണ്ട്. വന്നിരി ഗൈസ്. അമ്മ നമുക്ക് വാരി തരും. ആദ്യം അമ്മ കഴിക്കും. സോഫ്റ്റാണ് മുട്ട മുറിച്ചത് ശരിയല്ല എന്നാണ് ചേച്ചി പറയുന്നത്. ആദ്യം അമ്മ കഴിക്കേട്ടാ. അമ്മ കഴിക്കേ. എങ്ങനെയുണ്ട്? തക്കാളി ഇത്തിരി കൂടിക്കുന്നേ ഉള്ളൂ. അതാരാ കൂടുതലിട്ട് അതും കൂടെ പറയാം തന്നെ. യെസ്, നീ ചേച്ചിക്ക് കൊടുക്ക്. ആ ഉള്ളിൻ്റെ കണ്ണീരുണ്ട് അതിൽ. എങ്ങനെയുണ്ട്? ഇല്ലടി വൃത്ത്. എങ്ങനെയുണ്ട്? നീ ഉണ്ടാക്കിയതൊന്നും പറയില്ല, നന്നായിട്ടുണ്ട്. എന്താ നല്ലതാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി പറയാം. ഞാൻ അടുക്കളയിൽ കയറാറില്ലല്ലോ. നീ കണ്ട എനിക്ക് ദോശ ഉണ്ടാക്കി. ടേസ്റ്റ് മാറ്റമുണ്ടോ ചപ്പാത്തിക്ക്? അത് നമ്മൾ പ്രോട്ടീൻ്റെ സാധനം ആഡ് ചെയ്തിട്ടും ചപ്പാത്തിക്ക് ഒരു ടേസ്റ്റും ഇല്ല. പക്ഷേ ഈ അതായത് വേറെ പൊട്ട ടേസ്റ്റ് ഇല്ലാന്ന്. ടേസ്റ്റ് മാറ്റൂല. ഈ ഒരു ചപ്പാത്തിയിൽ 8 to 10 grams പ്രോട്ടീൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു പ്രോട്ടീൻ ഇട്ടുകൊണ്ടാണ് ചപ്പാത്തി ഇത്ര സോഫ്റ്റ് ആണോന്നൊരു സംശയമുണ്ട് അല്ലേ? നല്ല രസമുണ്ട് ചപ്പാത്തി. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. തണുപ്പ് മാറിയിട്ട് നല്ല സോഫ്റ്റാണ്. അപ്പം കഴിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ചുമ്മാ അങ്ങ് ചപ്പാത്തി ഉണ്ടാക്കി തിന്നുന്നതിൻ്റെ പകരം എന്തുണ്ടാണോ അമ്മ ചപ്പാത്തിയിൽ? പ്രോട്ടീൻ നമുക്കിനി എപ്പോഴും ഇടാട്ടത് ആകുമ്പോൾ എപ്പോഴും നല്ല ഹെൽത്തി ആവും. പ്രോട്ടീനൊക്കെ തട്ടി വെക്കണ്ടേ, വെയിറ്റ് കൂടണ്ടേ? എന്തായാലും തിന്നുന്നുണ്ട്. എന്നാൽ പിന്നെ അത് കുറച്ച് ഇങ്ങനത്തെ കുറച്ച് പ്രോട്ടീൻ തിന്നട്ടെ. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ദിവസം കേട്ടോ. പിന്നെ കഴിച്ച് നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി മാവിൽ മാത്രമല്ല ദോശ മാവിലും ഇത് ഇടാം. യെസ്, ഒരു സ്കൂപ്പ് ഇട്ടാൽ ചപ്പാത്തി മാവിൽ ചപ്പാത്തിൻ്റെ ആ ഉണ്ടയിൽ ഒരു സ്കൂപ്പ് ഇട്ടാൽ 4-5 ചപ്പാത്തി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ള എല്ലാവർക്കും തിന്നണം. എന്താ ചെയ്യാൻ? എൻ്റെ കുക്കിംഗ് രാത്രി എന്താ കഴിക്കാൻ? ഇതിപ്പോ തീരില്ലേ? പോയില്ലേ? ഇനി 6 നിങ്ങൾ തിന്നോ. ഞാൻ പുറത്ത് പോയി കഴിക്കുമല്ലോ. അപ്പോൾ പ്രോട്ടീൻ വീട്ടിലുണ്ടാക്കിയിട്ട് പുറത്ത് പോയി തിന്നാം. പപ്പ എന്നിട്ട് പപ്പൻ്റെ അടുത്തും കൂടെ കഴിക്കാം. ഈ അമ്മയും പപ്പയൊക്കെ ഇപ്പോൾ വയസ്സായി വരികയാണ്. അതുകൊണ്ട് ഞാൻ അവൾക്ക് കൊടുത്തു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പ്രോട്ടീനുള്ള ഫുഡ് കൊടുത്ത് ഇവരിനെ നമുക്ക് ലോങ് ആൻഡ് ഹെൽത്തി ആക്കി ഇരുത്താന്ന്. സ്നേഹം കണ്ട ഞങ്ങളിപ്പോ ചാവൊന്നുമില്ല. ഹെൽത്തിയാണ് ഞങ്ങള്. ജിമ്മിന് പോണേ. ശരി. അപ്പോൾ പപ്പക്ക് കൊടുക്കുമ്പോൾ കാണിക്കാം. ബൈ. ഞങ്ങളുടെ അത്ര ആരോഗ്യമുണ്ട് നമുക്ക്. ഡിസ്നിലാൻഡിൽ ആരാണ് നിൽക്കാണ്ട് ഓടി വന്നിട്ടല്ലേ? എനിക്കൊന്നും പനി ഉണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ഈ അടുത്ത് എവിടേക്കോ പോയിട്ട് എണീറ്റപ്പോഴേക്കും തല കറങ്ങണോ പറഞ്ഞല്ലോ. ഇവിടെ തന്നെയല്ലേ? എവിടെ പോയപ്പോഴും മറ്റെവിടെ പോയിട്ട് എനിക്കൊരു പ്രശ്നമില്ല. ഗൈസ്, അങ്ങനെ പപ്പ വീട്ടിലെത്തി. പപ്പ ഒരു സംഭവം ഉണ്ട്, ഇങ്ങോട്ട് വാ. എന്താ പറയാനല്ലേ വാ വിളിക്കണേ? വിശപ്പ് മാറ്റാ. ആ പ്ലേറ്റ് അവൾ അടച്ചു വെച്ചിരിക്കുന്ന പ്ലേറ്റ്, അത് ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ്. ഞാൻ പരത്തി ഉണ്ടാക്കിയ ചപ്പാത്തി. ഞാൻ ഉണ്ടാക്കൂ ചപ്പാത്തി പപ്പ. എന്ത്? ഞാൻ ആദ്യം ജീവിതത്തിൽ പരത്തിലൊരു ചപ്പാത്തി ഉണ്ടാക്കി. ഒന്ന് ഒരു വായി കഴിക്കേ. എന്റെ സന്തോഷത്തിന് ഒന്ന് കഴിക്കുക. എന്റെ സന്തോഷത്തിന് ഇത് ഒരു ഈ ചപ്പാത്തി എങ്ങനെയുണ്ട് ടേസ്റ്റ്? നമ്മള് വെറും ചപ്പാത്തി അല്ല, അത് പ്രോട്ടീൻ ചപ്പാത്തിയാണ്. ബീസ്റ്റ് ലൈഫിന്റെ പ്രോട്ടീൻ മിക്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ചപ്പാത്തിയാണ് അത്. ഓക്കെ, അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. ഇനി മുട്ടക്കറി ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. എന്ത് തിന്നാൻ പറ്റാത്ത? കണ്ടിട്ടാണോ ഗുഡ് പറയുന്നത്? ഫുഡ് നിങ്ങൾക്കപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ഡിന്നർ ഉണ്ടാക്കിയതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇറ്റ്സ് എ ജേർണി. അതിലിങ്ങനെ ഓരോ ചപ്പാത്തി പോവല്ലേ, ജേർണിയിൽ ഓരോന്നിങ്ങനെ പഠിച്ചു പോവല്ലേ. ഗുഡ്.
ഗൈസ് ഇന്ന് ഞാൻ കാപ്പി കുടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മഴ കുറച്ച് നേരം മഴ കൊണ്ടു. എൻ്റെ തലക്കൂടൊക്കെ വെള്ളമുണ്ട്. സോ അതാണ് എൻ്റെ കുക്കിംഗ് വ്ളോഗ്. നിങ്ങൾക്ക് എന്ത് ഇതിനെപ്പറ്റി പറയാനുള്ളത് പറയൂ. കാരണം കുക്കിംഗ് അല്ല, എൻ്റെ അമ്മയുടെ കുറേ ചീത്ത, അമ്മ എന്നെ കഴിവില്ലാത്തവളായി പ്രഖ്യാപിച്ചൊരു വീഡിയോ. സോ എങ്ങനെ ഉണ്ടെന്ന് പറയാം. ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട്. സോ ബീസ് ലൈഫിൻ്റെ പ്രോട്ടീൻ മിക്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം. എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തിട്ട് പെട്ടെന്ന് ഇറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ബൈ ഗൈസ്.